സുജു ചില പ്രതികരണങ്ങൾ തേടുകയാണ്. പ്രത്യേകിച്ചും ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് സുജുവിലേക്ക് പോകാം. സുജു, സ്വാഭാവികമായും സന്തോഷത്തിലാകണം ജനങ്ങൾ. 400 രൂപയാണ് അപ്രതീക്ഷിത സമയത്ത് ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നത്, 2000 രൂപയാകുന്നു. അസിത, നമ്മളിപ്പോൾ ഉള്ളത് ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു, അതിനോട് ആശാപ്രവർത്തകരുടെ അതുപോലെ അംഗനവാടി ഹെൽപ്പർമാരുടെയൊക്കെ ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൽ ലഭിക്കുന്ന ആളുകളുടെ പ്രതികരണം വലുതാണ്. നമ്മൾ അസിതയൊക്കെ തന്നെ ഇവർ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്ഷേമ പെൻഷൻ വർധനവിൻ്റെ വാർത്ത. നമ്മളപ്പോൾ സിനി ചേച്ചിയാണ് ചേരുന്നത്, ആശാപ്രവർത്തകയാണ്. ചേച്ചി, ആദ്യം എന്താണ് പറയാനുള്ളത്? എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഈ 1000 രൂപ കൂട്ടിയത്. നമുക്ക് ആദ്യമായിട്ടല്ല ഈ 1000 രൂപ കൂട്ടുന്നത്. എല്ലാ വർഷവും ഈ സർക്കാർ വന്നതിന് ശേഷം നമുക്ക് എല്ലാ വർഷവും 1000 രൂപ വെച്ച് കൂട്ടുന്നുണ്ട്. കാര്യം എല്ലാവരും പറയും ഇലക്ഷൻ സംബന്ധിച്ചാണ് ഇത് കൂട്ടുന്നത്, എന്നാലും നമുക്ക് എല്ലാ വർഷങ്ങളിലും 1000 രൂപ വെച്ച് കൂട്ടിയാണ്. ഞങ്ങൾക്കിപ്പോൾ 8000 രൂപ ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ 7000 രൂപ ആയിരുന്നു, ഇപ്പോൾ 8000 രൂപ ആക്കിയിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഇൻസെൻറ്റീവ് ഓണറേറിയം എല്ലാം കൂടെ ആകുമ്പോൾ ഒരു 10,000-15,000 രൂപയോളം ഞങ്ങളുടെ കൈ ഓൾറെഡി കിട്ടുന്നുണ്ട്. ചേച്ചി, എത്ര വർഷമായി തുടങ്ങിയപ്പോൾ എത്ര രൂപയായിരുന്നു? തുടങ്ങിയപ്പോൾ ഞാൻ സത്യം പറയാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു 5 പൈസയും പോലും കിട്ടാതാണ് ഞാൻ തുടങ്ങി വന്നത്. പിന്നെ വണ്ടിക്കൂലിക്ക് പോലും ഞാൻ ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ടാണ് വണ്ടിക്കൂലിക്ക് പോയിക്കൊണ്ടിരുന്നത് പോലും. പിന്നീട് ഇങ്ങനെ കൂടി 600 രൂപയായി, പിന്നെ 1000 ആയി. അങ്ങനെ കൂട്ടി ഈ കഴിഞ്ഞ സർക്കാർ ഇറങ്ങുന്നിടം വരെ നമുക്ക് 1000 രൂപ വരെ ഉള്ളായിരുന്നു. പിന്നാണ് ഇപ്പോൾ ഈ സർക്കാർ വന്ന ശേഷം LDF സർക്കാർ വന്നതിന് ശേഷമാണ് ഇപ്പോൾ 7000 ആയി. ഇപ്പം 1000 രൂപയും കൂടെ LDF സർക്കാർ വന്ന ശേഷം 1000 നിന്ന് 7000 ആക്കി, പിന്നീട് ഇപ്പോൾ 8000 ആക്കുന്നു. ഇപ്പോൾ 8000 ആക്കും. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പം ഞങ്ങളുടെ ജനറൽ ഹോസ്പിറ്റലാണ്. ഇപ്പം നമ്മൾ UPHC കുമ്പഴയാണ് വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അസിത, ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സിനിച്ചേച്ചിയുടെ സന്തോഷം അത് ഒരു ആശാപ്രവർത്തകരുടെ പ്രതികരണമാണ്. ഈ ഇടത് സർക്കാർ വന്ന ശേഷമാണ് ഇത്തരം വർധനവുണ്ടാകുന്നത്. അത് സ്വാഭാവികമായും ഒരു കുടുംബത്തിലുള്ള അംഗങ്ങളെ നമ്മൾ പല മേഖലകളിലാക്കി ഒന്ന് തിരിച്ച് ഈ പ്രഖ്യാപനങ്ങളെ ഒന്ന് കണ്ടു നോക്കൂ. അതായത് ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കുന്നു. അപ്പോൾ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2000 രൂപ വീടുകളിലേക്ക് എത്തുകയാണ്. ആ വീട്ടിൽ തന്നെ ഒരു ആശാപ്രവർത്തക ഉണ്ടെങ്കിൽ അവരുടെ വരുമാനം ഇത് 1000 രൂപയായി വർദ്ധിപ്പിക്കുകയാണ്. ആ വീട്ടിൽ തന്നെ ഈ യുവതി യുവാക്കളുണ്ടെങ്കിൽ അവർക്ക് ഒരു പദ്ധതിയിൽ 1000 രൂപ എത്തുകയാണ്. ആ വീട്ടിൽ തന്നെ സർക്കാർ ജീവനക്കാരുണ്ടെങ്കിൽ DR കുടിശ്ശികയുടെ ഗഡുക്കൾ നൽകുന്നത് വഴി അതുവഴി കൂടുതൽ തുക എത്തുകയാണ്. അങ്ങനെ ഇത്തരം അംഗങ്ങളുള്ളൊരു വീട്ടിൽ ഈ പ്രഖ്യാപനത്തിലൂടെ എത്ര വലിയ സന്തോഷം അത് ഈ നിലയിൽ തന്നെ ക്ഷേമ പദ്ധതി എന്ന നിലയിൽ തന്നെ എത്തുകയാണ് എന്നതുകൂടിയുണ്ട്. സുജു, തീർച്ചയായിട്ടും ഇവിടെ അമ്മയുണ്ടോ? പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉണ്ടോ? ചൂണ്ടിക്കാട്ടെ, അമ്മ എന്തിയേ? അമ്മയെക്കാര്യം അറിഞ്ഞോന്നറിയില്ല. ചേട്ടനോട് ചോദിക്കാം. ഇപ്പം അസിത പറഞ്ഞ കറക്റ്റാണ്. ഇപ്പം ഈ വീട്ടിലെ അമ്മയ്ക്കൂടെ പെൻഷൻ 1000 രൂപയുടെ കൂടുതൽ കിട്ടുവാണ്. സന്തോഷമുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ചേട്ടനും പെൻഷൻ ഉണ്ടോ? സർവീസ് പെൻഷൻ. അപ്പം ചേച്ചി ചേച്ചിയോട് തന്നെ ചോദിക്കാം, ചേച്ചി അമ്മയ്ക്കൂടെ 1000 രൂപ കൂടി കിട്ടുവാണോ? വലിയ സന്തോഷമാണോ? പിന്നെ വളരെയധികം സന്തോഷമുണ്ട്. അമ്മയ്ക്കൂടെ പെൻഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും പറയുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഫീൽഡ് വർക്കിനൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് ഈ പെൻഷൻ കിട്ടുന്നത് കൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ, ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലെ മരുന്ന് വാങ്ങിക്കാനുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടെന്ന് എല്ലാ ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഓരോ വീടുകളിലും കയറുമ്പം തന്നെ. അപ്പോൾ ഈ 2000 രൂപ ആക്കിയെന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമായിരിക്കും എല്ലാവർക്കും. നമുക്ക് ഇപ്പോൾ നിൽക്കുന്ന ആശാപ്രവർത്തകരുടെ വീട്ടിലാണെങ്കിൽ അംഗനവാടി ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന് അടുത്ത ലൈവിൽ നമുക്ക് കയറാം. നമുക്ക് അതിലേക്ക് പോവുകയാണ്. അതിനാൽ നമുക്ക് തൽക്കാലം ഇത് അവസാനിപ്പിക്കാം.